ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് അർസൽനാ ഇലാ ഉമമിൻ മിൻ ഖബ്ലിക فأخذناهم بالبأساء والضراء لعلهم يتضرعون. കഷ്ടപ്പാടും പ്രയാസങ്ങളും നാം നൽകുന്നത് നിങ്ങളെ വേദനിപ്പിക്കാനല്ല, നിങ്ങളെ വിഷമിപ്പിക്കാനുമല്ല. പിന്നെ എന്തിനാണ്? ലഅല്ലഹും യതദറഊൻ, വളരെ വിനയാന്വിതരായി അല്ലാഹുവിനെ സ്മരിക്കാനാണ്, സ്രഷ്ടാവിനെ ഓർക്കാനാണ്, സ്രഷ്ടാവിന്റെ മുമ്പിൽ നന്ദി ചെയ്യാനാണ്. അനുഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപക്ഷേ നമ്മൾ നന്ദി ചെയ്യാൻ മറന്നുപോകും. فلولا إذ جاءهم بأسنا تضرعوا. കഷ്ടപ്പാടുകൾ വന്നപ്പോൾ എന്തേ അവർ എന്നിലേക്ക് വിനയത്തോടെ തിരിച്ചു വരാതിരുന്നത്? وزين لهم الشيطان ما كانوا يعملون. അവർ ചെയ്യുന്ന സർവമാന തിന്മകളും ശരി തന്നെയാണെന്ന് പിശാച് അവരോട് പറയുകയും ചെയ്യും. فلما نسوا ما ذكروا به. ഞാൻ ഏതൊരു വിഷയം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയായിരുന്നോ അവർക്ക് വേണ്ടി ഞാൻ പ്രയാസങ്ങൾ കൊടുത്തത്, പരീക്ഷണങ്ങൾ കൊടുത്തത്, അതവർ ഓർക്കാതെ വന്നപ്പോൾ അല്ലാഹു എന്തു ചെയ്തു? ഫതഹ്നാ അലൈഹിം അബ്വാബ കുല്ലി ഷൈഇൻ. എല്ലാറ്റിന്റെയും വാതിലുകൾ ഞാൻ അവർക്ക് വേണ്ടി തുറന്നുകൊടുത്തു. അല്ലാഹു പറയുന്നു, പൈസയാണെങ്കിൽ പൈസ, എവിടെയെല്ലാം തിന്മ വേണമോ അതിന്റെ സാഹചര്യം, യാത്ര ചെയ്യാനുള്ള സൗകര്യം, അവർക്ക് എവിടെ പോകാനുമുള്ള സ്വാതന്ത്ര്യം, എന്തും പ്രവർത്തിക്കാനുള്ള അവസരം, സർവമാന തിന്മകളുടെയും വാതിലുകൾ ഞാൻ അവർക്ക് തുറന്നുകൊടുത്തു. ഹത്താ ഇദാ ഫരിഹൂ ബിമാ ഊതു. ഞാൻ നൽകിയ ആ പരീക്ഷണം അത് അപകടമാണ് എന്ന് മനസ്സിലാക്കാതെ മദ്യപാനവും വ്യഭിചാരവും കൊണ്ട് ഇതാരും അറിയില്ലെന്ന് വിചാരിച്ച് തിന്മയിൽ അവര് മതിമറന്ന് ജീവിക്കുന്ന സമയം അഖദ്നാഹും ബഗ്തതൻ. വളരെ പെട്ടെന്നാണ് ഞാൻ അവരെ മരിപ്പിച്ചു കൊണ്ടുപോകുന്നത്. വളരെ പെട്ടെന്നാണ് ഒരു അറ്റാക്കിലൂടെ, ഒരു പെട്ടെന്നുള്ള മരണം, ഒരു കാർ ആക്സിഡന്റ്, വളരെ പെട്ടെന്നാണ് ഞാൻ അവരെ കൊണ്ടുപോകുന്നത്. ഫഇദാഹും മുബ്ലിസൂൻ. ചില സമുദായങ്ങളെ വളരെ പെട്ടെന്നാണ് അല്ലാഹു ഒന്നിച്ചു നശിപ്പിക്കുന്നത്. ഭൂകമ്പങ്ങളിലൂടെ, ഭൂചലനങ്ങളിലൂടെ, അട്ടഹാസങ്ങളിലൂടെ, പ്രപഞ്ചത്തിലെ മറ്റത്ഭുതങ്ങളിലൂടെ വളരെ പെട്ടെന്ന് ഞാൻ അവരെ പിടികൂടുന്നു. എന്തുകൊണ്ട്? അനുഗ്രഹങ്ങളുടെ വാതിലുകൾ എന്നല്ല അല്ലാഹു പറഞ്ഞത്, എല്ലാറ്റിന്റെയും വാതിലുകൾ നമുക്കെന്നതല്ലേ അല്ലാഹു തുറന്നു വെച്ചത്. ഇങ്ങനെ അനുഗ്രഹങ്ങൾ ഉണ്ടായൊരു കാലം, ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടായൊരു കാലം, നമ്മുടെ നിസ്സാരമായ മൊബൈൽ ഫോണുകൾ, നമ്മൾ ഉപയോഗിക്കുന്ന സോഷ്യൽ നെറ്റ്വർക്കുകൾ, ഇതുപോലെയുള്ളൊരു കാലം നമ്മുടെ മുമ്പുണ്ടായിട്ടുണ്ടോ? മുമ്പ് സമുദായങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ഇത് ഖൈറാണെന്ന് വിചാരിക്കുന്നുണ്ടോ? ഖൈറിന് വേണ്ടി ഉപയോഗിച്ചാൽ നന്ന്, അല്ലെങ്കിൽ ഇത് പരീക്ഷണമാണ്. ഇതിലൂടെ അല്ലാഹു ഈ ഉമ്മത്തിനെ പരീക്ഷിക്കുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സമ്പത്ത് കൊണ്ട് നിങ്ങൾ മതിമറന്ന് ജീവിക്കല്ലേ. അതൊരു നന്മയായിരുന്നുവെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലിന് കിട്ടുമായിരുന്നു. സമ്പത്ത് നിങ്ങൾ അല്ലാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ അത് ഏറ്റവും കിട്ടേണ്ടത് ആർക്കാണ്? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ട് വളരെ വളരെ സൂക്ഷ്മതയോടുകൂടെ ആർഭാടങ്ങളിൽ, ധൂർത്തുകളിൽ, നമ്മുടെ സമ്പത്ത് അനാവശ്യ വിഷയങ്ങളിലേക്ക്, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വിഷയങ്ങളിലേക്ക് ഒരു ഫിൽസ് പോലും കൊടുക്കുന്നത് നാളെ ഹിസാബിനെ വർദ്ധിപ്പിക്കുമെന്ന് തിരിച്ചറിയുക. നമുക്ക് സമ്പത്തുണ്ടെങ്കിൽ അല്ലാഹുവിന്റെ വഴിക്ക് കൊടുക്കിൻ, അല്ലാഹു ഇഷ്ടപ്പെടുന്ന വഴിയിലാവട്ടെ. ഏറ്റവും നല്ല മാതൃക കാട്ടിയ ഹബീബായ നബി തങ്ങളുടെ സ്വഹാബിമാരിൽ മഹാനായ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെയും അവിടുത്തെ ഭാര്യ സിദ്ദീഖ് എന്നവരുടെ ഒരു മോളുണ്ട്, ഉമ്മു കുൽസൂം എന്ന് പറയുന്ന മോള് സിദ്ദീഖ് എന്നവർക്കുമുണ്ട്. അലി തങ്ങൾക്കുണ്ട് ഉമ്മു കുൽസൂം എന്ന മകൾ. എന്നാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മു കുൽസൂം എന്ന പൊന്നുമോളെ കല്യാണം കഴിച്ച ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അനുഭവം കൂടെ അവസാനമായി ചർച്ചയ്ക്കിരിക്കട്ടെ. മഹാനവരുടെ മുമ്പിലേക്ക് ഷാമിൽ നിന്ന് 7 ലക്ഷം ദിർഹം കടന്നു വരുന്നു. 7 ലക്ഷം ദിർഹം മഹാനായ ത്വൽഹ റളിയല്ലാഹു അൻഹുവിന് ഹദറമൗത്തിൽ നിന്ന് കിട്ടിയ സമ്പത്ത്. മഹാനവറുകൾക്കന്ന് ഉറക്കം വന്നില്ല. എന്തുകൊണ്ടെന്നറിയോ? സന്തോഷം കൊണ്ടല്ല. ഈ സമ്പത്ത് റബ്ബേ ഈ രാത്രിയാണ് വന്നത്. നേരം വെളുക്കുന്നതിന്റെ മുമ്പ് പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർക്കാൻ കഴിയില്ലല്ലോ.
ഉറക്കം വരാതെ കിടക്കപ്പായിൽ തിരിഞ്ഞും മറിഞ്ഞും കടന്ന് ഉറക്കം വരാതെ വിഷമിച്ചപ്പോ അവരുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു കുൽസൂം ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു അൻഹ, ഹബീബായ നബിയുടെ കൂട്ടുകാരൻ സിദ്ദീഖ് എന്നവരുടെ മകൾ ഉമ്മു കുൽസൂം എന്നവർ ചോദിച്ചു തുൽഹ എന്നവരോട്, യാ മാലക യാ അബാ മുഹമ്മദ്, മാലക യാ അബാ മുഹമ്മദ്, എന്റെ മോൻ മുഹമ്മദിന്റെ ഉപ്പ, എന്റെ ഭർത്താവേ, എനിക്ക് ജനിച്ച മോൻ മുഹമ്മദിന്റെ ഉപ്പ എന്നാണ് ആ വാക്കർത്ഥം. തുൽഹ തങ്ങളെ വിളിക്കുകയാണ്, തുൽഹ എന്നവരെ, എന്താ ഉറങ്ങാത്തത്, എന്താ ഉറക്കം വരാത്തത്? തുൽഹ തങ്ങളുടെ മറുപടി, ഇത്രയും സംഖ്യ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കെ, മാ ദുന്നു അബ്ദിൻ ബിറബ്ബി യബീതു വഹാദൽ മാലു ഫീ ബൈതി, ഇത്രയും സമ്പത്ത് വീട്ടിൽ വെച്ച് ഞാൻ കിടന്നുറങ്ങി, ഞാൻ മരിക്കുകയാണെങ്കിൽ അല്ലാഹു എന്നെപ്പറ്റി എന്തായിരിക്കും വിചാരിക്കുക? ഇതോർത്തുകൊണ്ടാണ് എനിക്ക് ഉറക്കം വരാത്തത്. സുബ്ഹാനല്ലാഹ്. പൈസകൾ ഉണ്ടാകുമ്പോൾ അത് ഇരട്ടിയാവാനുള്ള വഴി എന്താണ്? കുറച്ച് കാശ് കിട്ടുമ്പോ ഡബിൾ ഇരട്ടി എങ്ങനെ ഉണ്ടാകും? അത് എങ്ങനെ ഇരട്ടിക്കിരട്ടിയായി വർദ്ധിപ്പിക്കാൻ കഴിയും? ഇതെവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഏത് ബിസിനസ്സാണ് നാളെ തുടങ്ങേണ്ടത് എന്ന് ചിന്തിച്ച് ഉറക്കം വരാത്ത അനുഭവമല്ല ഇത്. കയ്യിലുള്ള സമ്പത്ത് പാവപ്പെട്ടവർക്ക് കൊടുത്തു തീർക്കാതെ ഞാനെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ മാ ദുന്നു അബ്ദിൻ ബിറബ്ബി, എന്താണ് റബ്ബിനെ പറ്റി ഞാൻ വിചാരിക്കേണ്ടത്? ഞാനെങ്ങനെ മരിച്ചുപോയാൽ അല്ലാഹു എന്നെപ്പറ്റി എന്ത് കരുതും? അതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞപ്പോ ആ നല്ല മഹദി കൊടുത്ത മറുപടി എന്താണെന്നറിയോ? എന്താണ് ആ മറുപടി? വളരെ മനോഹരമായ മറുപടി. നിങ്ങൾ എന്തിന് വിഷമിക്കണം? നിങ്ങളുടെ വീട്ടുകാരും സുഹൃത്തുക്കളും ഒരുപാട് പാവപ്പെട്ടവരില്ലേ? ആ പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടെ? ഫഅൈന അൻത മിൻ ഫുഖറാഇ അഖില്ലാഇക, നിങ്ങളുടെ കൂട്ടുകാരിൽ പാവപ്പെട്ട ഒരുപാട് ആളുകളില്ലേ? അവർക്ക് കൊടുത്തേക്ക്. നേരം പുലർന്നാൽ പിന്നെ ഓരോരുത്തരെ വിളിച്ചു കൊണ്ടുവന്ന് നിങ്ങളത് കൊടുത്തങ്ങ് തീർത്തേക്കണം നാളെ. അതുപോരെ നമുക്ക്? ഓ ഫനം ഖരീറൽ ഐൻ, എന്നാൽ സുഖമായി ഉറങ്ങിക്കോളൂ. അങ്ങനെയാ ഉറങ്ങിയത്. ആ മഹദി പറഞ്ഞൊരു വാക്ക് നമ്മുടെ ഹദീസ് പണ്ഡിതന്മാരെടുത്ത് ചർച്ച ചെയ്യാൻ നമ്മുടെ ഒരു പെണ്ണങ്ങനെ പറയോ? 7 ലക്ഷം, അത് എന്റെ വീട്ടുകാർക്ക്, എനിക്ക് ആ മാല, എനിക്ക് ഈ ആഭരണം, എനിക്ക് അത് ഇത് എന്നൊരു പെണ്ണിന് എന്തൊക്കെ പറയാനുണ്ട്? അതൊന്നും പറഞ്ഞില്ല. നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ അയൽപക്കത്തിലും കൂട്ടുകാരിലുമുള്ള പാവപ്പെട്ടവരില്ലേ? അവർക്കും കൊടുത്തുകൂടെ? നേരം പുലരാൻ കാത്തിരിക്കുകയാണ്. ആ ഒരു മറുപടി പറഞ്ഞ മോള് ആരാണെന്നറിയുമോ? മറ്റാരുമല്ല, വീട്ടിലെ എല്ലാം ഹബീബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുത്തപ്പോ, സിദ്ദീഖേ, നിങ്ങളുടെ വീട്ടുകാർക്ക് എന്താണ് നിങ്ങൾ ബാക്കി വെച്ചത്? ഒന്നുമില്ല നബിയേ, തറക്തു ലഹുമുല്ലാഹ വറസൂലഹ, ഞാൻ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അവർക്ക് വെച്ചിട്ടുണ്ട് നബിയേ, എല്ലാം ഞാൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞ വാപ്പയുടെ മോളാണത്. ആ വാപ്പയുടെ മോളാണത്. 7 ലക്ഷത്തിൽ 6,99,000 ദീനാർ, 6,99,000 ദീനാർ ചെലവഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, ചെലവാക്കി കഴിഞ്ഞിരിക്കുന്നു. ദിർഹമാണ് കേട്ടോ, ദിർഹം ദീനാറല്ല. 6,99,000 ദിർഹം മഹാനായ തുൽഹ റളിയല്ലാഹു അൻഹു ചെലവഴിച്ചു. ആർക്ക്? പാവപ്പെട്ടവർക്ക് വാരിക്കോരി, നാട്ടുകാർക്ക് മുഴുവനും പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. അപ്പൊ ഭാര്യ ചോദിച്ചു, നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി വേണോ? നിനക്കിതാ ഞാൻ ഒരു ഓഹരി ചെറിയൊരു കിഴി വെച്ചിട്ടുണ്ടവിടെ, അത് നിനക്കുള്ളതാണ്. നോക്കുമ്പോൾ അതിൽ 1000 ദിർഹമാണുള്ളത്. വെറും 1000. 7 ലക്ഷത്തിൽ 1000 ദിർഹമാണ് സ്വന്തം ഭാര്യയ്ക്കും മക്കൾക്കും തനിക്കും വേണ്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹു ബാക്കി വെച്ചത്. എല്ലാം അല്ലാഹുവിന് വേണ്ടി കൊടുത്തു. എന്തിന്? സമ്പത്തിന് വേണ്ടിയുള്ള ജീവിതമല്ല, സമ്പത്ത് ചെലവഴിച്ച് പാവപ്പെട്ടവരുടെ മുഖത്ത് ചിരി വിടർത്തുന്നത്. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള പണി സുറൂറുൻ തുദ്ഖിലുഹു അലാ ഖൽബിൽ മുസ്ലിം, ഒരു വിശ്വാസിയുടെ മനസ്സിന് നിങ്ങൾ കൊടുക്കുന്ന സന്തോഷത്തോളം അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ ഒരു ജോലിയില്ലത്രേ. അത് ആണോ പെണ്ണോ ആകട്ടെ, പാവപ്പെട്ട ആരോ ആകട്ടെ, അവരുടെ മുഖത്ത് പുഞ്ചിരി വിടർത്താൻ നിങ്ങൾ ചെയ്യുന്ന ഏത് സഹായം അതിനോളം അല്ലാഹുവിന് ഇഷ്ടമുള്ള വേറെ ജോലിയില്ലത്രേ. ഇത് പഠിപ്പിച്ചവരാണ് റസൂലുള്ളാഹ്, അത് പഠിപ്പിച്ചവരാണ് സ്വഹാബിമാർ, അത് പഠിപ്പിച്ചവരാണ് താബിഈങ്ങൾ. തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മോള്, അവരാണ് മഹാമഹദിയായ ഭാര്യയാണ്.
ഇത് കൊടുത്തുകൂടെ? നിങ്ങളുടെ കുടുംബത്തിലെ, നിങ്ങളുടെ നാട്ടുകാരിലെ, നിങ്ങളുടെ സുഹൃത്തുക്കളിലെ പാവപ്പെട്ടവരായിക്കോട്ടെ, നമുക്ക് വേണ്ട. ബാക്കി വെച്ചത് കേവലം 1000 ദിർഹം മാത്രം. ബാക്കി 6,99,000 ദിർഹം പാവപ്പെട്ടവർക്ക് വേണ്ടി നേരം പുലർന്നപ്പോഴേക്കും കൊടുത്തു കഴിഞ്ഞു. വയൂസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. തനിക്ക് ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിരുന്ന മഹത്തുക്കൾ, തനിക്ക് ആവശ്യമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി നൽകിയ റസൂലുള്ളാഹ് കാന അജ്വദൻ നാസ്. ഹബീബ് ദാനം ചെയ്ത പോലെ ആരും ദാനം ചെയ്തിട്ടല്ലത്രേ. ഹബീബ് ദാനം ചെയ്ത പോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന അജ്വദ മാ യകൂൻ ഹീന യുദാരിസുഹു ജിബ്രീൽ. റമളാനിൽ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ഹബീബിന് ഖുർആൻ ഓതി കൊടുക്കുന്ന നേരത്ത് റമളാനിൽ നബിതങ്ങൾ, ഹബീബായ നബിതങ്ങൾ കാറ്റടിച്ചു വീശുന്ന പോലെ എല്ലാം കാണുന്നവർക്ക് മുഴുവനും ദാനം ദാനം ദാനം, സ്വതക്കയാണ് സ്വതക്കയാണ്, എല്ലാവർക്കും ഹദിയ, എല്ലാവർക്കും സമ്മാനം, എല്ലാവർക്കും ദാനം. ഇങ്ങനെ ദാനം ചെയ്യുന്ന ശീലം റമളാനിൽ ഹബീബിനെ കാണുമ്പോൾ കൊടുങ്കാറ്റ് പോലെ ഞങ്ങൾക്ക് തോന്നുമായിരുന്നുവെന്ന് മഹാന്മാരായ സ്വഹാബിമാർ. ഇതിലെന്തെങ്കിലും പാഠം നമുക്കുണ്ടോ പഠിക്കാൻ? നമുക്കെന്തെങ്കിലും പാഠങ്ങളുണ്ടോ ഇതിൽ നിന്ന് ചേർത്ത് പിടിക്കാൻ, നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാൻ? ഹബീബ് ലോകത്തോട് വിട പറയാൻ പോകുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിയോട് പറയുന്ന അവസാനത്തെ വാക്കുകളിൽ, അയാ ആയിഷ, അല്ലയോ ആയിഷ, മാ ഫഅല الذهب, ആ സ്വർണം എവിടെ? എന്ത് സ്വർണത്തെ പറ്റിയാ നബി പറയുന്നത്? ആയിഷ ബീവി അണിഞ്ഞ ആഭരണമാണോ ഈ പറയുന്നത്? അല്ല. ഏതോ ഒരാൾ ഹബീബായ നബിക്ക് സമ്മാനമായി കൊടുത്ത 7 ദീനാറുകളുണ്ട്, 7 ദീനാറിന്റെ കോയിനുകൾ. ആരോ സമ്മാനം കൊടുത്തത് നബി തങ്ങൾക്ക് ഓർമ്മ വരുന്നു ലോകത്തോട് വിട പറയുമ്പോ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്ത് സ്വർണമാ നബി അങ്ങ് ഉദ്ദേശിച്ചത്? ആ 7 ദീനാർ നോക്കണം, ഹബീബിന് ഓർമ്മയുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, ഇവിടെ എന്റെ അരികത്തുണ്ട് നബിയെ, എന്റെ കയ്യിലുണ്ട്, അതൊന്ന് എടുത്തതാ ആയിഷ. ഞാൻ എടുത്തു കൊടുത്തു. ആയിഷ ബീവി പറയുന്നു, ഹബീബായ നബിയുടെ കയ്യിൽ ഞാനത് വെച്ചു കൊടുത്തു. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മാ ദന്നു മുഹമ്മദിൻ ബില്ലാഹ് ലൗ ലഖിയല്ലാഹ അസ്സ വജല്ല വഹാദിഹി ഇൻദഹു അൻഫിഖിഹാ യാ ആയിഷ. ആയിഷ, ഈ 7 ദീനാർ കയ്യിൽ വെച്ചുകൊണ്ട് ഈ മുഹമ്മദ് നബി എങ്ങാനും ലോകത്തോട് വിട പറഞ്ഞാൽ ഞാൻ അള്ളാഹുവിനെ പറ്റി എന്താണ് വിചാരിക്കുക? ഞാനും എന്റെ റബ്ബിനെയും കണ്ടുമുട്ടുന്ന നേരത്ത് 7 സ്വർണ്ണ നാണയം വീട്ടിൽ വെച്ച് സമ്പാദ്യമുണ്ടായിട്ടാണ് ഞാൻ വരുന്നതെന്ന് അള്ളാഹു എന്നെപ്പറ്റി വിചാരിക്കില്ലേ? ആയിഷ, ഇന്നേക്ക് ഇന്ന് കൊടുത്തു തീർക്കൂ ആയിഷ, പാവപ്പെട്ടവർക്ക് കൊടുക്കൂ ആയിഷ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ 7 ദീനാറുകൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിലാണ് ആയിഷ ബീവി ഏൽപ്പിക്കുന്നത്. മഹാനവറുകൾ ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്നതിന്റെ മുമ്പ് തന്നെ എല്ലാവർക്കും 7 ദീനാർ അർഹരായവർക്ക് ഓരോരുത്തർക്ക് മഹാനവറുകൾ കൊടുത്ത് വിതരണം ചെയ്യുകയാണ്, സ്വതക്ക ചെയ്യുകയാണ്. എന്തുകൊണ്ട്? നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ, റബ്ബേ, ഞാൻ ദുനിയാവുണ്ടാക്കി, ഒരുപാട് പണമുണ്ടാക്കി, ഒരുപാട് സമ്പാദിച്ചു എന്ന് എന്നെപ്പറ്റി നീ അറിയുന്നത് എനിക്ക് ഇഷ്ടമല്ല റബ്ബേ. എല്ലാം നിനക്ക് ഞാൻ തന്നു എന്ന് പറയാൻ ഞാനിത് നിനക്ക് നൽകിയിരിക്കുന്നു അല്ലാ. എന്നിട്ടാണ് ഹബീബായ നബി തങ്ങൾ മടിയിൽ തലവെച്ചുകൊണ്ട്, ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് പറഞ്ഞത്, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ. അല്ലാഹുവേ, നിന്റെ സമുന്നതമായ സാമീപ്യം, റബ്ബേ, നിന്റെ മഹോന്നതമായ സാമീപ്യം, നിന്റെ അരികത്തേക്ക് ഞാൻ വരുന്നു, നിന്റെ അരികത്തേക്ക് ഞാൻ വരുന്നു, നിന്റെ അരികത്തേക്ക് ഞാനിതാ വരുന്നു എന്ന് 3 തവണ ലോകത്തോട് യാത്ര പറഞ്ഞ ഹബീബാണ് നമ്മുടെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിനെ ഓർക്കുന്ന ഈ നേരത്ത് നമ്മൾക്ക് അല്ലാഹു നൽകുന്ന നിഅമത്ത് കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ഒരൽപ്പം ചിന്തിക്കുവാനും ഹബീബിന്റെ ജീവിതത്തിന്റെ ലാളിത്യം മനസ്സിലാക്കി ജീവിതം അർത്ഥവത്തായതായി, സമ്പത്തിന് വേണ്ടിയുള്ളൊരു ജീവിതമാവാതെ ലക്ഷ്യം അല്ലാഹു ആവുകയും എന്നാൽ അല്ലാഹു തരുന്ന നിഅമത്ത് അവൻ ഉദ്ദേശിക്കുന്നവരുടെ കൈകളിലേക്ക് ഈ ഉമ്മത്തിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കാനുള്ളതാണ്. നാം ഓരോരുത്തരുടെ കയ്യിലും നമ്മുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് മുഴുവൻ ഈ ഉമ്മത്തിലെ പാവപ്പെട്ടവരുടെ സ്വത്താണ്, നമ്മളെ ഏൽപ്പിച്ചത് കൊടുത്തുവിട്ടാനെന്ന്
തിരിച്ചറിയാനെങ്കിലും ഈ റബീഅ് നമുക്ക് ഉപകരിക്കട്ടെ. അല്ലാഹു നമ്മെ ഹബീബിന്റെ സുഹബത്തിലായി അല്ലാഹു ചേർത്തിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അന്നഈമു ലാ യുദ്റകു ബിന്നഈം. സ്വർഗം കിട്ടണമെങ്കിൽ സുഖലോലുപത കൊണ്ടാവില്ല, കഷ്ടപ്പാടുകളിലൂടെയാണ് ഹബീബും സ്വഹാബികളും ഈ ഉമ്മത്തിനെ വളർത്തിക്കൊണ്ടുവന്നത് എന്ന ഒരു ശീർഷകത്തിലായിരുന്നു ചർച്ച. അല്ലാഹു തആല നമ്മൾ പറഞ്ഞതും കേട്ടതും അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ.